അറിയോ? എല്ലാവർക്കും നമസ്കാരം. തത്വമസി മഹാവാക്യ വിചാരത്തിലേക്ക് 15ാമത്തെ ദിവസം, ഇന്ന് ഈ 15ാം ദിവസമായിട്ടുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഒരു സംശയം ചോദ്യരൂപേണ വന്നിട്ടുള്ളത്, ഈ ഉപനിഷത്തിൽ അത് സങ്കൽപ്പിച്ചു എന്ന് പറയണം. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഇപ്പം നമ്മൾ പഠിക്കുന്ന ബിഗ് ബാങ് തിയറിയിൽ നമ്മൾ അങ്ങനെ ഒരു വാചകം അവിടെ അങ്ങനെ വരുന്നില്ല. ശാസ്ത്രം അങ്ങനെ പറയുന്നില്ല. അതിൻ്റെ സങ്കല്പത്തിൽ നിന്ന് ഇതിൻ്റെ കാരണമായിട്ടുള്ള ചൂടുണ്ടായി, ആ ചൂടിൽ നിന്ന് അത് പൊട്ടിത്തെറിച്ചു, പിന്നെ അതങ്ങനെ വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്നു, അതിനൊരു സങ്കല്പമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു എന്ന് സയൻസ് പറയുന്നതായിട്ട് നമ്മളെവിടെയും കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മൾ ഇതൊരു പങ്കുവെച്ച കാര്യമാണ്. ഇവിടെ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ആത്മാവായിരിക്കുന്ന, ബ്രഹ്മമായിരിക്കുന്ന, സത്യമായിരിക്കുന്ന അത് ഈ സങ്കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അതിന് ഈ സങ്കല്പങ്ങളെല്ലാം തന്നെ, എല്ലാ സങ്കല്പങ്ങളും ഒടുങ്ങിയിട്ടുള്ളതല്ലേ? ബ്രഹ്മത്തിന് എന്ത് സങ്കല്പമാണ്? അതൊക്കെ സാധാരണക്കാരനുണ്ടാവുന്ന സങ്കല്പങ്ങളല്ലേ? അപ്പോൾ ഇത് നമ്മൾ പ്രഭാഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ചോദ്യം നല്ലതാണ്. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പം കുറച്ചുകൂടെ അതിനൊരു വ്യക്തതയൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ഭാഷയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് മനസ്സിലാവുക? അപ്പം നമ്മൾ ചിലത് സങ്കല്പിക്കുന്നതിൽ നിന്നാണ് ചിലതൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ പിറകിൽ എന്തുണ്ട്? ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെയാണ് നമ്മൾ സൂക്ഷ്മ രൂപത്തിൽ വാചാരംഭണം എന്ന് പറഞ്ഞത്. സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വാക്കിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതേസമയം അതെന്താണ്? സൃഷ്ടിയുടെ ഏറ്റവും സൂക്ഷ്മ രൂപത്തിലുള്ള ബ്ലൂ പ്രിൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ നിന്നാണ് പിന്നെ ഈ സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ള അത്, ഈ സങ്കല്പത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ചാന്തോക്യോപനിഷത്തിൽ പഠിക്കുന്നത് പോലെ തന്നെ തൈത്തിരീയത്തിലും ബൃഹദാരണ്യകത്തിലും മറ്റുപനിഷത്തുകളിൽ ഇത് ഈ സ്വകാമയത, സ്വൈക്ഷത എന്നുള്ള പ്രയോഗങ്ങളും ഈ ആശയങ്ങളും ഉണ്ട്. അപ്പം ഇത് അറിയേണ്ടത് ഇത്രയാണ്, മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിലത് സങ്കല്പിക്കുന്നത് പോലെ അല്ല. ഇനി മറ്റൊന്ന്, വേറൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ നമ്മുടെ സങ്കല്പം തന്നെയല്ലേ ഈ വിശ്വം? അതെ, അതാണ്, അതിലൊരു തർക്കവുമില്ല. പലയിടത്തും പറയുന്നത് എന്താ? യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. നമ്മുടെ വിഷൻ എന്താണോ അത് തന്നെയാണ്. സ്വാമിജി, ചിന്മയാൻ സ്വാമികൾ എപ്പോഴും പറയുന്ന, ആസ് ദ വിഷൻ സോ ദ വേൾഡ്. നമ്മളാണ് വിശ്വത്തിന് നിലനിൽപ്പ് കൊടുക്കുന്നത്, അതിനെ ഇന്നതാണെന്ന് പറയുന്നതൊക്കെ നമ്മളാണ്. ഇത് നമ്മൾ നന്നായി പഠിക്കേണ്ടുന്ന ഒന്നുകൂടിയാണ്. അതാണ് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത്. ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം പശ്യൻ ആത്മനി മായയ ബഹിഹി ഇവ അഭൂത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾ ഇതിലേക്ക് വളരെ ശ്വേതകേതുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഉദ്ദാലകം പറയാൻ പോകുന്നതിൻ്റെ കയ്യിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ
നമ്മുടെ തിരുവനന്തപുരത്ത് ബാലകൃഷ്ണൻ സാർ എപ്പോഴും പറയും, ആരുണ്ടെങ്കിൽ ഈ വിശ്വമുണ്ട്, ഞാൻ. ബോധം എന്നിലാണിത്. അപ്പോൾ ഗാഠസുഷുപ്തി എന്ന് പറഞ്ഞാൽ മോക്ഷമല്ലേ എന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ നമുക്ക് പറയാം തൽക്കാലത്തേക്ക്. എന്താണ്? ക്ഷമിക്കണം, താൽക്കാലികമായിട്ടൊരു മോക്ഷമാണത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മരണാനന്തര ബഹുമതിയല്ല, സ്വാതന്ത്ര്യം എന്നാണ്. സർവതന്ത്ര സ്വാതന്ത്ര്യം. എവിടുന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? എവിടെയാണ് നമ്മൾ ബന്ധിതരായിരിക്കുന്നത്? ബന്ധനമാകെ മൂന്നിടത്താണ്: ദേശം, കാലം, വസ്തു. ദേശം, ഞാൻ ഇന്ന ദേശത്ത്. കാലം, സമയം. വസ്തു, എൻ്റെ ശരീരം തന്നെ. ശരീരത്തിൽ ഞാൻ പരിമിതനാണ്. ഇന്ന ദേശത്ത് ഞാൻ പരിമിതനാണ്. ഇന്ന കാലം കൊണ്ട് ഞാൻ പരിമിതനാണ്. നിദ്രയിൽ ഇത് മൂന്നും ഉണ്ടോ? ഇല്ല. ഗാഠസുഷുപ്തിയിൽ ഈ മൂന്നും വിച്ഛേദിക്കപ്പെടുന്നു. ദേശബന്ധവും കാലബന്ധവും വസ്തുബോധവും ബന്ധവും. അപ്പോൾ ദേശകാല വസ്തു ബോധത്തെ അതിലംഘിക്കൽ തന്നെയാണ് മോക്ഷം. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങലാണോ മോക്ഷം എന്ന് ചോദിച്ചാൽ അതല്ല. കിടന്നുറങ്ങൽ നമ്മൾ ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ വീണ്ടും ശക്തി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഉണർന്നിരിക്കെ ഈ വ്യവഹാരത്തിൽ തന്നെ നമുക്കത് ഈ ദേശകാല വസ്തു ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിൽ വ്യവഹാരം സാധ്യമാണോ എന്നുള്ളതാണ്. അത് സാധ്യമാണ് എന്നുള്ളതാണ് വേദാന്തം പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പം ഞാൻ ഇങ്ങനെയൊരു സങ്കല്പമുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ തുക്കടാ സങ്കല്പങ്ങളുമായിട്ട് ഇതിനെ ചേർത്ത് വയ്ക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞത്, ഒരു അപ്പൂപ്പൻ താടിയോട് എന്തിനാണ് നീ ഇങ്ങനെ പറക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പറയും, എനിക്ക് പലതാകണം എന്ന്. അതാണ് ആ സങ്കല്പം. അങ്ങനെയൊരു സങ്കല്പം പ്രപഞ്ചാരംഭം മുതൽ ഇപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്. അതും ഒരു ഈ ചോദ്യത്തിലുള്ളതാണ്, ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ്. അവിടെയാണ് നമ്മുടെ ധർമ്മശാസ്ത്രത്തെയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ മഹാഭാരതത്തിലൊക്കെ പറയും നമ്മുടെ ഇഷ്ടങ്ങളെ, നീതിശാസ്ത്രത്തിലുമൊക്കെ ഉണ്ട്, നമ്മുടെ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, സങ്കല്പങ്ങളെ ഇഷ്ടം ധർമ്മേഷു യോജയേത് എന്നാണ്. അത് നമ്മുടെ ധർമ്മവുമായി യോജിപ്പിക്കണം. അപ്പോൾ അതെന്താണ്? അവിടെയാണ് നാരായണ ഗുരുദേവൻ പറയുന്ന അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അപ്പോൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നതാ. പക്ഷെ അത് അപരനെ കണക്കിലെടുക്കുമ്പോഴോ, അപരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എൻ്റെ സങ്കല്പങ്ങളെങ്കിലോ, അതാണ് അവിടേക്ക് ചേർക്കേണ്ടുന്ന. അവിടെയാണ് നമ്മൾ പുരുഷാർത്ഥങ്ങളെ പരിചയപ്പെടുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ എല്ലാം ധർമ്മത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സങ്കല്പങ്ങളെ, വ്യക്തികളുടെ സങ്കല്പങ്ങളെ പൂർത്തീകരിക്കേണ്ടത്. മറ്റത് ഇൻബിൽട്ടായിട്ടുള്ള ഈ പറഞ്ഞ പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഹേതുവായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. എടുത്തു മാറ്റാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, ഫോണ്, കമ്പ്യൂട്ടർ, ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ വേണം. അതിനെ എടുത്ത് കളയാൻ നോക്കിയാൽ നടക്കില്ല. പിന്നെ നിങ്ങളെ ഇന്ന കാര്യങ്ങളൊന്നും അതിൽ പ്രവർത്തിക്കില്ല. ഒന്നും എടുത്ത് കളയാൻ പറ്റില്ല, ചിലതൊന്നും എടുത്ത് കളയാൻ പറ്റില്ല എന്നതുപോലെ. അപ്പോൾ അതിലെന്തുണ്ട്? ഈ പറഞ്ഞ വളർച്ചയുടെ, പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ വളർച്ചയ്ക്ക് വീണ്ടും വീണ്ടും അത് വളരാൻ കാരണമായിട്ടുള്ള ആ സങ്കല്പത്തെ അങ്ങനെയാണ് അറിയേണ്ടത്. അത് സങ്കല്പിച്ചു എന്ന് പറയേണ്ടത്. അവിടെ നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നതിൽ സ്വാർത്ഥതയുണ്ട്, പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതിനങ്ങനെ നോക്കുമ്പോഴോ അങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. നമ്മളത് കൽപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കൽപ്പനയാണ്.
നമ്മൾ ഓരോന്നിൽ കൽപ്പിക്കുന്നില്ലേ? സൂര്യനിൽ മഹത്വം കൽപ്പിക്കുന്നു, ചന്ദ്രനിൽ മഹത്വം കൽപ്പിക്കുന്നു, നദിയിൽ മഹത്വം കൽപ്പിക്കുന്നു, ഗംഗ പരിശുദ്ധയാണ് എന്നൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്. ഗംഗ ഇന്നതാണ്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ നദികളുണ്ട്, അതൊന്നും നൈല് പരിശുദ്ധയല്ലേ? അല്ലെങ്കിൽ നൈലിനോട് തീർച്ചയായിട്ടും ഈജിപ്തിലുള്ളവർക്ക് നൈലിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ നമ്മുടെ മാനസരോവരിന് നമുക്ക് വലിയ ഒരു താല്പര്യമുള്ള ലേക്കാണ്. എന്നാൽ പിന്നെ നമ്മൾ അമേരിക്കയിൽ പോയി ലേക്ക് മിഷിഗൺ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ ഉള്ളവർക്കൊക്കെ വളരെ താല്പര്യമുള്ളതല്ലേ? അതെ, അവരതിനെ പൂജ ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അവരുടെ ജീവിതത്തെയും ചിന്തയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ചിലത് കൽപ്പിക്കുന്നുണ്ട്. അതൊന്നും പ്രകൃതിയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്വാകാമയത എന്ന് പറയുന്നത് പോലെ സങ്കല്പമല്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ ഒരു മറ്റൊരു ചോദ്യമുള്ളത്, ചോദ്യം അതിന് എന്താ പറയുക, മറ്റേ മഹാവാക്യങ്ങളെ കുറിച്ചുള്ളതാണ്. അതെന്തായാലും പറയാമെന്ന് നമ്മൾ തത്വമസി മഹാവാക്യ വിചാരം തുടങ്ങുമ്പോൾ അത് പറയാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഇവിടെ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നു, സയ ഏഷ അണിമ ഐതദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതു. ഈ തത്വമസി എന്ന മഹാവാക്യത്തെ ആദ്യമായി ഈ നമ്മുടെ 8ാം ഖണ്ഡത്തിലെ അവസാനത്തെ മന്ത്രമായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ മറ്റ് മഹാവാക്യങ്ങളെക്കുറിച്ചും ഈ മഹാവാക്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെയാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ തത്വമസി മഹാവാക്യത്തിന് പറയുന്നത് ഇതൊരു ഉപദേശവാക്യമാണ്. ആരുപദേശിക്കുന്നു? ആരോടുപദേശിക്കുന്നു? ഉദ്ദാലകൻ എന്ന ഋഷി ശ്വേതകേതു എന്ന തൻ്റെ പുത്രനാണ്, അതുപോലെ തന്നെ ശിഷ്യനുമാണ്. അവനോട് പറയുന്നതാണ്, അത് നീയാണ്. ഏതാണ് നീയാണ് എന്ന് പറഞ്ഞത്? ഈ പറഞ്ഞ പ്രപഞ്ചമായി ആവിർഭൂതമായിട്ടുള്ള ഇതിൻ്റെ പരമകാരണമായിട്ടുള്ളത് എന്താണോ അതാണ് നീ. നീ മാത്രമാണോ? അല്ല. ഈ കാണായതെല്ലാം അതാണ് എന്നുമുള്ളത്. അതാണ് ഇതിൻ്റെ മുഴുവൻ അടിസ്ഥാനം. സദായതനം, സത്പ്രതിഷ്ഠ. ഐതദാത്മ്യം ഇദം സർവം തത് സത്യം സ ആത്മ. അത് നീയാണ്. ഇതെന്താണ്? ഉപദേശവാക്യമാണ്. ഈ ഉപദേശത്തെ ശ്വേതകേതു സ്വീകരിക്കുന്ന സമയത്ത് അതെന്തു വേണം ശ്വേതകേതുവിന്? അതിനെ മനനം ചെയ്യേണ്ടതുണ്ട്. അത് നന്നായി വിചാരം ചെയ്യേണ്ടതുണ്ട്. ആ മനനം ചെയ്യലിൻ്റെ അപ്പോൾ ആ ശ്വേതകേതു അത് മനനം ചെയ്യുന്ന പ്രക്രിയ ശ്വേതകേതു നടത്തുമ്പോൾ ഈ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ ഇപ്പോൾ ശ്വേതകേതുവിനെ സംബന്ധിച്ച് ഒരു സാധകനാണ്, വിദ്യാർത്ഥിയാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതെങ്ങനെയാണെന്നാണെങ്കിൽ അതിൻ്റെ ആദ്യപടിയാണ് ശ്രവണം എന്ന് പറയുന്നത്. കേൾക്കുക എന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കുക, ശ്രവണം. അപ്പോൾ ഈ ശ്രവണത്തിലാണ് ഈ തത്വമസി കേട്ടത് ഉപദേശമായിട്ട്. അപ്പോൾ അതിനെ ശ്വേതകേതു സ്വീകരിക്കുമ്പോൾ പിന്നെ അടുത്ത പ്രോസസ്സിങ് മനനമാണ്. ശ്രവണം, മനനം, നിധിധ്യാസനം. ഇതാണ് ഈ വേദാന്ത ശാസ്ത്രത്തിൻ്റെ പഠനത്തിൻ്റെ
ഒരു രീതി. ഇതിനെ കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്ത് പിന്നെയോ അത് ഉറപ്പായി അനുഭവമായി വരിക. അപ്പോൾ അവിടേക്ക് വരുന്ന വാക്യമാണ് അയമാത്മാ ബ്രഹ്മ. മറ്റൊരു മഹാവാക്യമാണ്. അയം ആത്മാ, ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. അത് കുറച്ചുകൂടെ ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് വരും. ഇതിനെ ഈ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ഒരു ആയിത്തീരലുണ്ട്, അനുഭവവാക്യം. അവിടെ ശ്വേതകേതു എന്താവും? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകും. അപ്പോൾ ഈ 4 മഹാവാക്യങ്ങളും 4 കാര്യങ്ങളെ പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല, 4 തലങ്ങളിൽ പറഞ്ഞതാണ്. ഈ സംസ്കൃതത്തിൽ, അതുകൊണ്ട് ഈ സംസ്കൃത പഠനവും കൂടെ ഇതിലുണ്ടെങ്കിലാണ്, സംസ്കൃതത്തിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് ഈ മഹാവാക്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന മഹാവാക്യം എന്താണ്? തത്വമസി എന്നാണ്. അതെന്താണ്? തത് ത്വം അസി, അത് നീ ആകുന്നു. ഇതിൽ നീ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെന്താണ്? സംസ്കൃതത്തിൽ ത്വം എന്നുള്ളത് മധ്യമപുരുഷൻ എന്ന് പറയും. ഈ മധ്യമപുരുഷൻ സർവനാമ ശബ്ദവുമാണ്. മധ്യമപുരുഷനാണ്, സർവനാമ ശബ്ദവുമാണ് എന്ത്? ത്വം എന്നത്. എന്നാൽ അഹം എന്ന് പറയുമ്പോഴോ അത് ഞാനാണ്. ഞാൻ, നീ. അപ്പം ഞാൻ, നീ ഇങ്ങനെ വേറെ വലിയ ഭേദങ്ങളാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങും. ഇപ്പം ഈ അഹം എന്നുള്ളത്, സംസ്കൃതത്തിൽ അഹം എന്ന ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? ഉത്തമപുരുഷ സർവനാമമാണ് അഹം. ത്വമ്മോ മധ്യമപുരുഷ സർവനാമമാണ്. അപ്പോൾ മധ്യമപുരുഷനിൽ അസി, നീ അതാകുന്നു എന്ന് പറയുന്നതും ഞാൻ ഇതാകുന്നു എന്ന് പറയുമ്പോഴെന്താണ്? അഹം ബ്രഹ്മ അസ്മി, അസ്മി അഹം, അഹമാണ്. അപ്പം അത് ആ ഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ എന്താ പറയുക, അത് വളരെ മനോഹരമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ സംസ്കൃതത്തിൽ 3 പുരുഷന്മാരാണ്. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പിന്നെ ഒരു പുരുഷനുണ്ട് പ്രഥമ പുരുഷൻ. ആ പ്രഥമ പുരുഷനിലാണ് എന്ത് പറയുന്നത്? പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. ആ പ്രജ്ഞാനം എന്നുള്ളത് പ്രഥമ പുരുഷനാണ്. അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി. ഇതിൽ 3 പുരുഷന്മാരുണ്ട്. മധ്യമ പുരുഷനും ഉത്തമ പുരുഷനും പ്രഥമ പുരുഷനും. എന്നാൽ ഈ പുരുഷന്മാരൊന്നുമില്ലാത്തതാണ് എന്ത്? അയമാത്മാ ബ്രഹ്മ. ഈ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മൾ ചെറിയൊരു പറഞ്ഞതിലൊരു എന്താ
ഈ ഉത്തമപുരുഷനും മധ്യമപുരുഷനും പ്രഥമപുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ എന്നുള്ളതിൽ ഇല്ല, മാറാനൊന്നുമില്ല. ത്വംപദം മധ്യമപുരുഷനാണ്, അഹം എന്നത് ഉത്തമപുരുഷനാണ്. അയമാത്മാ ബ്രഹ്മ നമ്മൾ മനനം ചെയ്യുന്നതാണ്. ആ രണ്ട് പറഞ്ഞുവല്ലോ, അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് അതാകുന്നു. ശ്രവണം, മനനം, നിധിധ്യാസനം പറയുന്നിടത്ത്. അപ്പോൾ ഉത്തമപുരുഷനും മധ്യമപുരുഷനും ഉത്തമപുരുഷനും പ്രഥമപുരുഷനും. എന്നാൽ ഈ പുരുഷന്മാരൊന്നുമില്ലാത്തതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. അതിനെ പ്രജ്ഞാനത്തെ എന്ന് പറഞ്ഞാൽ ഈ പ്രകർഷേണയുള്ള ജ്ഞാനമാകുന്നു. അതെന്താ? അതെല്ലാ പുരുഷനെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇതാണ് ഈ 4 മഹാവാക്യങ്ങൾ. ഇത് 4 വേദങ്ങളിൽ വരുന്നതാണ്. 4 വേദങ്ങൾ ഏതൊക്കെ മഹാവാക്യം? ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാവാക്യം തത്വമസി മഹാവാക്യം, സാമവേദാന്തർഗതമായിട്ടുള്ള ചാന്തോക്യോപനിഷത്തിൽ വരുന്നതാണ്. അതുപോലെ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ബൃഹദാരണ്യകത്തിൽ വരും. അയമാത്മാ ബ്രഹ്മ എന്നുള്ളത് മാണ്ഡൂക്യത്തിൽ വരും. പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് ഐതരേയത്തിൽ വരും. ഇതിൽ ഐതരേയം ഋഗ്വേദമാണ്, ഋഗ്വേദാന്തർഗതമാണ് ഐതരേയം. യജുർവേദത്തെയാണ് ബൃഹദാരണ്യകം, സാമവേദത്തെയാണ് നമ്മുടെ ചാന്തോക്യം, മാണ്ഡൂക്യം അഥർവവേദത്തെ. ഇങ്ങനെ 4 വേദങ്ങളിൽ നമുക്ക് ഈ ഓരോരോ സന്ദർഭങ്ങൾ തന്നെ എടുത്ത് പഠിക്കാം. ഏതായാലും ഈ 4 മഹാവാക്യങ്ങളെ വിസ്തരിച്ച് തന്നെ നമുക്ക് ആരോട് എപ്പോഴൊക്കെയാണ് പറയുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് വഴിയെ നമുക്ക് വഴിയെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മനനം ചെയ്യാം. ഇപ്പം സാമാന്യ രൂപത്തിലൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ 4 മഹാവാക്യങ്ങളും 4 അർത്ഥങ്ങളല്ല. 4 കോണ്ടെക്സ്റ്റിൽ നമ്മൾ കേൾക്കുന്ന ആൾ, പറയുന്ന ആൾ, അത് അനുഭവപ്പെടുത്തുന്ന ആൾ, ഇതിനനുസരിച്ചിട്ടാണ്. ഈ മഹാവാക്യങ്ങളെ നമ്മൾ ഇതേപോലെ ഉൾക്കൊണ്ട് കഴിഞ്ഞാലാണ് മഹാത്മാക്കളുടെ മഹത് വചനങ്ങളെ നമുക്ക് അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ നമുക്കെപ്പോഴും തോന്നാറുള്ള ഒന്നാണ് യേശുദേവൻ്റെ സുപ്രസിദ്ധമായ വചനം. എന്താണ്? ഉപദേശവാക്യം. തത്വമസി പോലെ അത് നീയാകുന്നു എന്നതുപോലെ യേശുദേവൻ പറയുന്ന ഒരു വാക്യമാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത്. ഇതൊരു ഉപദേശവാക്യമാണ്. അപ്പോൾ ഈ ഉപദേശം ഒരാൾ സ്വീകരിക്കുമ്പോൾ ആ വാക്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരണമെങ്കിൽ അതിനെ മനനം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? മനനത്തിന് വിധേയമാക്കുമ്പോൾ ആ വാക്യം എങ്ങനെയായിരിക്കും? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് എന്നെപ്പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇതിനൊരു വളരെ ലളിതമായ ഒരർത്ഥതലമുണ്ട്. എൻ്റെ അയൽക്കാരൻ ആരാണോ, അടുത്ത വീട്ടുകാരൻ എന്ന നിലയിൽ എൻ്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന അന്യമതസ്ഥൻ, അവനെ സ്നേഹിക്കണം. നിന്നെപ്പോലെ എന്നെപ്പോലെ തന്നെ ഞാനും എൻ്റെ ഒരു കുടുംബാംഗം പോലെ
എന്നോട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് തോന്നുന്നത് ഞാൻ അതിനോട് ചെയ്യരുത്, അവനോട് ചെയ്യരുത്, എൻ്റെ അയൽക്കാരനോട് ചെയ്യരുത്. ഇങ്ങനെയൊക്കെയുള്ള സാമാന്യമായ ഒരു ചിന്ത. പക്ഷെ മഹത് വചനമാകുമ്പോൾ ആ സാമാന്യത്തിനപ്പുറത്തേക്ക് അസാമാന്യമായ ഇടങ്ങളിലേക്ക് നമുക്ക് ചെല്ലേണ്ടതുണ്ട്, പറഞ്ഞത് യേശുദേവനായതുകൊണ്ട്. അപ്പം എന്നെ പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആര് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ ആര് എന്ന ചോദ്യം ഉണ്ടാവുമ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. അതെന്താണ്? ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മ. ഞാൻ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ എത്തണം. അപ്പോഴാണ് ഇത് ഒരു മഹാവാക്യവും വലിയ ഉപദേശവുമാവുക. അപ്പോൾ എന്നെപ്പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള മതിലിൻ്റെ അപ്പുറത്തുള്ളവൻ മാത്രമല്ല. ഈ പറഞ്ഞ ത്രിവൃത്കരണത്തിൻ്റെ രഹസ്യം അറിഞ്ഞതുപോലെയുള്ള ഒരവസ്ഥയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, എത്രയോ വിദൂരതയിലുള്ള നക്ഷത്രങ്ങളും എല്ലാം തന്നെ എൻ്റെ അയൽക്കാരനാണ്. എൻ്റെ അയൽക്കാരനല്ലാത്തത് ആര് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പം ഞാൻ എന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ റിഫ്ലക്ഷനാണ്. ഞാൻ എൻ്റെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാണ് എൻ്റെ ചുറ്റുപാട്. എനിക്ക് ഈ ചുറ്റുവട്ടത്തോട്, അന്തരീക്ഷത്തോട്, പുഴകളോട്, മലകളോട്, സർവചരാചരങ്ങളോടും എൻ്റെ സ്നേഹം അനുസ്യൂതമായി പ്രവഹിക്കുന്നു. കാരണം ഞാൻ തന്നെയാണത്. അവിടേക്കാണ് നമ്മൾ ഈ വചനം എത്തിക്കേണ്ടത്. അവിടെയാണ് ഈ പറഞ്ഞ ഭേദങ്ങളൊക്കെ അസ്തമിക്കുന്നത്. അപ്പം എന്നെപ്പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു. അപ്പം അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ അയൽക്കാരനല്ലാത്തതാര് എന്ന മറുചോദ്യം സ്വയം നമ്മളിലുണ്ടാവും. എൻ്റെ അയൽക്കാരനല്ലാത്തതായിട്ടുള്ള ആരുമില്ല. അപ്പോൾ ഒന്നിനോടും ഉപനിഷത്ത് പറയുന്ന ഏകത്വം അനുപശ്യത, ആ ഏകത്വത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവന് തത്ര കോ മോഹ കശോക. പിന്നെ അവനെവിടെയാണ് ശോകം, എവിടെയാണ് മോഹം? നവിജുഗുപ്സതെ, ഒന്നിനെയും അവൻ വെറുക്കുന്നില്ല. എല്ലാ വെറുപ്പും എല്ലാ ശോകവും മോഹവും ഒക്കെ ഇവിടെ അസ്തമിക്കുന്നു എന്ന് പറയാം. അപ്പം ഈ 4 മഹാവാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ തത്വമസി കേട്ടതിനെ ശ്രവണ മനന നിധിധ്യാസത്തിന് വിധേയമാക്കുമ്പം ഈ 3 മഹാവാക്യങ്ങളും നമ്മളിൽ ഘട്ടം ഘട്ടമായി സംഭവിക്കുന്നതാണ്. തത്വമസി കേട്ടു കഴിഞ്ഞു, അത് ശ്രവണമാണ്. അതാ അവിടെ ഉണ്ട്, നേരെ നടന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞു. നീ നടക്കുക എന്നുള്ളൊരു പ്രക്രിയയുണ്ടല്ലോ, അത് നമ്മളിൽ സംഭവിക്കേണ്ടതാണ്. അതാണ് 3 മഹാവാക്യങ്ങൾ. മറ്റ് 3 മഹാവാക്യങ്ങൾ അത് ഈ വേദത്തിൻ്റെ 4 വേദങ്ങളിൽ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമാക്കി വെച്ചിരിക്കുന്നു. എന്തിനാ ഈ 4 മഹാവാക്യങ്ങൾ? ഈ 4 മഹാവാക്യങ്ങളാണ് ഈ വേദത്തിൻ്റെ 4നെയും ബന്ധിപ്പിക്കുന്നത്. ഈ 4 മഹാവാക്യങ്ങളിലൂടെയാണ് വേദ താത്പര്യം നിർണയിക്കപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തുടർന്ന് ഈ തത്വമസി മഹാവാക്യത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഇനിയുള്ളതെല്ലാം ഉദാഹരണങ്ങളുടെ ഒരു ശൃംഖലയാണ്. അതിമനോഹരമാണ് ഓരോ ഉദാഹരണങ്ങളും. ഇവിടെ പറയാൻ പോണ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. യഥാ സൗമ്യ, ഖണ്ഡം 9, ഖണ്ഡത്തിലെ ആദ്യത്തെ മന്ത്രം. യഥാ സൗമ്യ മധുകൃതോ നിസ്തിഷ്ടന്തി
നാനാത്യായാനാം വൃക്ഷാണാം രസാൻ സമവാഹരൻ ഏകതാം രസം ഗമയന്തി തേ യഥാ തത്ര ന വിവേകം ലഭതേ അമുഷ്യാഹം വൃക്ഷസ്യ രസമസ്മി അമുഷ്യാഹം വൃക്ഷസ്യ രസമസ്മി ഇത്യേവമേവ ഖലു സൗമ്യ ഇമാ സർവാ പ്രജാ സതി സമ്പദ്യ ന വിദുഃ സതി സമ്പദ്യമാഹ ഇതി ത ഇഹ വ്യാക്രോ വാ സിംഹോ വാ മൃഗോ വാ മശകോ വാ കീടോ വാ പതംഗോ വാ ദംശോ വാ മശകോ വാ യത് യത് ഭവന്തി തഥാ ഭവന്തി സ ഏഷ അണിമാ ഐദദാത്മ്യമിദം സർവം തത്സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ ഭൂയ ഏവ മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി തഥാ സൗമ്യേതി ഹോവാച. ഇതി നവമ ഖണ്ഡഃ. അങ്ങനെ 9ാമത്തെ ഖണ്ഡം കഴിഞ്ഞു. എന്താ പറയണത്? യഥാ സൗമ്യ, പതിവ് പോലെ, അല്ലയോ മോനെ, മധുഘൃത നിസ്തിഷ്ഠന്തി. മധുഘൃതം, തേനീച്ച. മധുഘൃതം എന്ന് പറഞ്ഞാൽ തേനീച്ച. മധു, തേന്. തേനീച്ചകൾ മധു നിസ്തിഷ്ഠന്തി, അതതിനെ സമ്പാദിക്കുന്നത്. ഇങ്ങനെ തേനീച്ച തേനെടുക്കുന്നത്, അതിനെ ശേഖരിക്കുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ, എന്തിനാണ് ഇവൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, പരാഗണത്തിലാണ്. ഏറ്റവും വളരെ സട്ടിലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുമ്പോൾ. അതിന് വലിയ തരത്തിലുള്ള ഹാനികളൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഇത് കാരണം. പല മരുന്നുകളൊക്കെ അടിക്കുന്നത് കാരണം ഇവർക്ക് പോയിട്ട് പൂക്കളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, തേൻ ശേഖരിക്കാൻ പറ്റുന്നില്ല, പരാഗണം നടക്കുന്നില്ല. അങ്ങനെ പരാഗണം നടന്ന വിത്തുകളൊന്നുമല്ല ഇപ്പം നമ്മൾ അന്തക വിത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അതിലൊക്കെ ഒരുപാട് നമ്മളുണ്ടാക്കുന്ന ഏടാകൂടങ്ങളുണ്ട്. ഇരിക്കട്ടെ, അതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ ചർച്ച. എന്തായാലും ഒരു ശുദ്ധമായ പ്രകൃതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഇതാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറയുന്ന ഒരു ഏർപ്പാട് പ്രകൃതിയിലുണ്ട്. ഗീതയിൽ ഭഗവാൻ പറയും, ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ട കാമദുഗ് എന്നാണ്. ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ട് പ്രജാപതി പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? സഹയജ്ഞ പ്രജാ സൃഷ്ടു, യജ്ഞഭാവത്തിലാണ് ഇതിനെ സൃഷ്ടിച്ചത്. അത് മറ്റൊരിടത്ത് ഈ ഗീതയിൽ ഇങ്ങനെ പറയും. എന്നിട്ടോ അനേന, ഇതുകൊണ്ട് നിങ്ങൾ പ്രസവിഷ്യധ്വം, നിങ്ങൾ അഭിവൃദ്ധിയെപ്പെടുവിൻ, നിങ്ങൾ വീണ്ടും വീണ്ടും പുരോഗമിക്കുവിൻ. ഏതുകൊണ്ട്? ഈ യജ്ഞഭാവം കൊണ്ട്. അപ്പോൾ ഇവിടെ തേനീച്ച ഒരു പൂവിൽ നിന്ന് തേനെടുക്കുന്ന സമയത്ത് ഈ ഈച്ചകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പൂക്കളുടെ ഗന്ധം എന്ന് പറയുന്നത് തന്നെ. അവർക്കുള്ള ഇൻവിറ്റേഷനാണ്, അവരെ വിളിക്കുന്നതാണ്. ആ ഗന്ധത്തിൽ ആകൃഷ്ടരായിട്ട് ഇവർ പോകുന്നു. ഇവർക്കറിയാം എവിടെ ഉണ്ട് ഓരോന്നും. ഒരു ഉറുമ്പ് പഞ്ചസാര താഴെ വീണ് കഴിഞ്ഞാൽ വരുന്നതും, ചിലപ്പോൾ നമുക്ക് തോന്നുന്ന മാലിന്യങ്ങളെന്ന് തോന്നുന്നത് മറ്റുള്ളവരുടെ അന്നമായിട്ട് എടുത്തു കൊണ്ടുപോകുന്നതിലൊക്കെ ഈ ഗന്ധം, അത് സുഗന്ധമാകാം, ദുർഗന്ധമാകാം. അത് ഇൻവിറ്റേഷനാണ് പലതും ഉള്ളത്. നമ്മുടെ ഈ ഗ്യാസിന്, നമ്മളെ കുക്കിംഗ് ഗ്യാസിന് ഈ മണം ഒറിജിനലായിട്ട് അത് നാച്ചുറലായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് നമ്മുടെ അറിവ്. കാരണം എന്താ, അത് ലീക്കായാലൊക്കെ നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ സാധിക്കണം. ഓ, ഗ്യാസ് ലീക്കായിട്ടുണ്ടല്ലോ, അതിൻ്റെ മണം. അപ്പം അതതിന് നമ്മുടെ ഇതിൻ്റെ ഒരു ശ്രദ്ധയ്ക്കും കൂടെ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. അല്ലാതെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയി
ലൈറ്റ് എന്താ പറയുക, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊട്ടി തകരാറാവുമല്ലോ, അല്ലെങ്കിൽ ലീക്കായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്മെല്ല് കിട്ടും, പറയാൻ പറ്റും. അതിനുവേണ്ടി അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ നേച്ചർ ഉണ്ടാക്കുന്ന ഇൻവിറ്റേഷൻ, ഇതും നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻവിറ്റേഷനാണ്. നമ്മൾ ചെയ്യുന്ന ഈ സ്പ്രേയും അതും ഇതുമൊക്കെ ഇത് പ്രകൃതിയുടെ തന്നെ. അപ്പോൾ ഈ ഗന്ധം കേട്ട് വരുന്ന തേനീച്ച മുതലായിട്ടുള്ള ചിത്രശലഭങ്ങളും അതും ഇതൊക്കെ ഇവരെന്താ അടുത്ത പൂവിലേക്ക് പോകും. അപ്പോഴേക്കും അവിടെ നിന്നുള്ള പൂമ്പൊടിയിൽ എന്താ പൂവിൽ കിടക്കുന്ന ആ പൊടിയെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അത് ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നതാണ്. അങ്ങനെയാണല്ലോ ഈ ജാതിയൊക്കെ, ആൺപൂവും പെൺപൂവും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ, നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതല്ലേ ഇതെല്ലാം. ഈ വള്ളിയിലുണ്ടാവുന്ന മത്തൻ, ഇളവൻ, വെള്ളരി, കുമ്പളം ഇത്യാദികളൊക്കെ പരാഗണം നടക്കണം. അത് നടത്തുന്ന ആൾക്കാരാണ് ഇവർ. എന്തായാലും ഇവിടെ പറയുന്നത് അതിലാണ് ഇതിൻ്റെ എന്താ പറയുക, ബഹുസ്യാം പ്രജായേമ ഇതി, ഇതിലെ ഓരോരുടെ ടീം വർക്ക് ഉണ്ട്. ഇവിടെ പറയുക എങ്ങനെയാണോ തേനീച്ചകൾ തേൻ സ്വീകരിക്കുന്നത്, കളക്ട് ചെയ്ത് വരുന്നത്. മധുകൃത മധു നിസ്സൃഷ്ടന്തി നാനാത്യായാനാം വൃക്ഷാണാം, പല പല വൃക്ഷങ്ങളിൽ പോയിട്ടാണ്, പല പൂക്കളിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. എന്നിട്ടോ രസാൻ സമവഹാരം ഏകതാം രസം ഗമയന്തി, അതെല്ലാം കൂടെ ഇവർ കൂട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പല പൂക്കളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്, പല വൃക്ഷങ്ങളിലെ പൂക്കളിൽ നിന്നാണ് ഇത് കൊണ്ടുവന്ന് തേൻ വെക്കുന്നത്, ആ കൂട്ടിൽ വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ യഥാ തത്ര വിവേകം ന ലഭതേ, അവിടെ പിന്നെ പ്രത്യേക വിവേകമില്ല. എന്ത് വിവേകം? അഹം അമുഷ്യവൃക്ഷസ്യ രസമസ്മി, അഹം അമുഷ്യവൃക്ഷസ്യ രസമസ്മി, ഞാൻ ഇന്ന വൃക്ഷത്തിലെ തേനാണ്, ഇന്ന പൂവിലെ തേനാണെന്ന് തേൻകൂട്ടിലിരിക്കുന്ന തേനിന് വേറിട്ടൊരു അസ്തിത്വമില്ല. അതെന്താണ്? ഏകതാം ഗമയത്, അതെല്ലാം ഒന്നായിത്തീരുന്നു. വൃക്ഷസ്യ രസഹ ഇതി ഏവമേവ ഖലു സൗമ്യ, അതുപോലെ തന്നെയാണ് കുട്ടി. ഇമാ സർവാ പ്രജ സതി സമ്പദ്യ, ഈ കാണുന്ന വൈവിധ്യങ്ങളായിട്ടുള്ള എല്ലാ പ്രജകളും, പ്രജ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വിസ്തരിച്ചതാണ്. ആരാണ് പ്രജ? പ്രകർഷേണ ജായതേ ഇതി പ്രജ, എല്ലാവരും സതി സമ്പദ്യ, ആ സത്തിൽ ഏകീഭവിച്ചിരിക്കുമ്പം, സതി സമ്പദ്യമാഹേ, അതിൽ ഏകീഭവിച്ചിരിക്കുന്നു എന്ന് ഇതി ന വിദുഹു, അറിയാതിരിക്കുന്നത്. നമ്മുടെ നിദ്രയിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്, അതറിയുന്നില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ ത ഇഹ, ഇവിടെ വ്യാക്രോവാ സിംഹോവാ മൃഗോവാ വരാഹോവാ കീടോവാ പതംഗോവാ ദംശോവാ മശകോവാ യദ്യത് ഭവന്തി തഥാ ഭവന്തി, ഇവന്മാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇഹ വ്യാക്രഹ, പുലിയാവട്ടെ, സിംഹമാകട്ടെ, മൃഗ ചെന്നായയോ, വരാഹ പന്നിയോ, കീട ഏതെങ്കിലും കീടമോ, പതംഗ പാറ്റയോ, ദംശ ഈച്ചയോ, മശക കൊതുകോ, യദ്യത് ഭവന്തി തത് ഭവന്തി, ഇതെല്ലാം ഓരോ സമയത്ത് ആ കാരണത്തിൽ നിന്നാണ് വന്നത്, ആ കാരണത്തിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഞാൻ അതായിരുന്നു എന്ന് അറിയുന്നില്ല. സയേഷ അണിമാ ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. രണ്ടാമത്തെ തത്വമസി നമുക്കൊന്നുകൂടെ വിസ്തരിക്കാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.